ചെയ്ത് തൊപ്പി കൊടുക്കുക. തൊപ്പി എല്ലാവരും തലയിൽ ധരിക്കുക ചെയ്യുക. ആ തൊപ്പി എന്ത് ചെയ്തു, നമുക്ക് മലർത്തി നമ്മൾ കൈ നീട്ടുന്ന അവസ്ഥ. ആ തൊപ്പിയിലേക്ക് ആളുകൾ എന്തെങ്കിലും അവരുടെ സംഭാവന ഇട്ടുകൊടുക്കുക എന്ന അവസ്ഥയിൽ വന്നു. അവസാനം ഈ തൊപ്പി പിടിക്കുന്ന ആളെ പൊതുവെ ഹാൻഡിക്യാപ്ഡ് എന്ന രീതിയിൽ അർത്ഥം വന്നു. ഹാൻഡിക്യാപ്ഡ് എന്ന അർത്ഥം തൊപ്പി പിടിക്കുന്നു എന്നല്ല അർത്ഥം. അതിന്റെ ഇപ്പൊ അർത്ഥം എന്താണ് മാറ്റം? അത് കയ്യിൽ തൊപ്പിയുള്ളവരല്ല, എന്തെങ്കിലും അപകടം അല്ലെങ്കിൽ അംഗഭംഗം ഉള്ളവരുടെ പര്യായമായിട്ട് ഹാൻഡിക്യാപ്ഡ് മാറി. അപ്പൊ ഏത് പദങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് കിടക്കുകയും ആ പദം തന്നെ നമുക്ക് ഉച്ചരിക്കാൻ പ്രയാസമാണ്. നമുക്ക് ഇന്ന് ഹാൻഡിക്യാപ്ഡ് എന്ന് പറയുമ്പോൾ അതൊരു നല്ല പദമല്ല. അന്ന് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായ ഒരു പദം നമ്മുടെ അവസ്ഥ വെച്ചിട്ട് നമ്മുടെ അവസ്ഥയുടെ പരിണിത ഫലമായി ആ പദം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഏത് പദവും നമ്മുടെ കൂടെ വരും, പക്ഷെ നമ്മുടെ അവസ്ഥ മാറുക എന്നുള്ളതാണ് ചുരുക്കം. അവസ്ഥ മാറിയാൽ ഏത് പദത്തിനും ദോഷമില്ല. ഇപ്പൊ ഈ ഭിന്നശേഷിയാണ് ഇപ്പോഴത്തെ നല്ല പദം. അത് കുറെ കഴിയുമ്പോൾ ദുഷിച്ച് നാറിയ അവസ്ഥയിലാവും. ഭിന്നശേഷി എന്ന് പറയുമ്പോൾ ആർക്കും വേണ്ടാത്ത അവസ്ഥ വരും. ഇപ്പൊ നല്ല പദമാണ്. അപ്പൊ ചുരുക്കത്തിൽ പദം മാറ്റലല്ല ഭരണകർത്താക്കളുടെ ലക്ഷ്യം, അല്ലെങ്കിൽ അവരുടെ അത് പുറം മൂടി മാത്രമാണ്. ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിന്റെ മുമ്പിൽ ഉണ്ടാവുന്ന ഒരു മുന്തിരിക്കയോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വെച്ചു കൊടുക്കുന്ന അവസ്ഥയാണ് പദം മാറ്റുക എന്നുള്ളത്. അവരുടെ അവസ്ഥ മാറ്റുക എന്ന അവസ്ഥയിലേക്ക് മാറണം എന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. നമ്മളെല്ലാ വേദികളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലേക്ക് അവസ്ഥ മാറുക എന്നുള്ളത് കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രയാസം മൊബിലിറ്റിയാണ്. ഒന്നാമത്തെ വിഷയം മൊബിലിറ്റി. ഒരു സ്ഥലത്ത് കൊണ്ടുപോയാൽ ആടിയിരുന്ന അവസ്ഥ, ഒരു പരിപാടിക്ക് പോയാൽ എല്ലാവരും പോയാൽ നമുക്ക് പോവാത്ത അവസ്ഥ. അപ്പൊ അതിൽ നിന്ന് മാറ്റി സ്വന്തമായ ചെറിയ ഇടങ്ങളിൽ ഒറ്റയ്ക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് വൈറ്റ് ഗെയിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറ്റു വലിയ കാര്യങ്ങൾ ചെയ്യുന്നൊന്നല്ല അർത്ഥം. ചെറിയ ഇടങ്ങളിൽ ബുദ്ധിമുട്ടില്ലാതെ പോവാൻ സാധിക്കുന്ന അവസ്ഥയിലാണ്. പക്ഷെ ഈ വടിയുള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് പറ്റുന്നില്ല. അതിന്റെ ട്രെയിനിങ് വേണം, ചെറിയ തരത്തിലുള്ള ട്രെയിനിങ് വേണം. ആ ട്രെയിനിങ് ഉണ്ടായാൽ കുറേയൊക്കെ കാര്യങ്ങൾ നന്നായി കൊണ്ടുപോകാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ലോകത്തെമ്പാടും ഉള്ള ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലയിലും ഇത്തരത്തിലുള്ള വൈറ്റ് ഗെയിൻ പ്രചാരണമായിട്ടുള്ള പരിപാടി നമ്മൾ നടത്തുന്നുണ്ട്. അതിൽ ഒരുപാട് സ്ഥലത്ത് ലയൺസ് ക്ലബ്ബ് കൂടിയാണ് നമ്മളെ സഹായിക്കുന്നത്. ഇവിടെ കണ്ണൂർ ജില്ലയിൽ തന്നെ നിരവധി വർഷങ്ങളായി ലയൺസ് ക്ലബ്ബിന്റെ സഹായത്തോടെ സ്പോൺസർഷിപ്പോടെയാണ് ഈ ദിനാചരണം നമ്മൾ നടത്തുന്നത്. അതിനു വേണ്ടിയിട്ട് ലയൺസ് ക്ലബിന്റെ പ്രവർത്തകർ വളരെ സജ്ജമാണ്. കുറെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ പരിപാടി സംബന്ധിച്ചിടത്തോളം സ്വാഗതം പറയുക എന്നുള്ളതാണ്. കേരളത്തിലെ കാഴ്ചയില്ലാത്തവരുടെ സംഘടന നമുക്കറിയാം, നമ്മളുടെ വേദിയാണ്. നമ്മളുടെ ഭരണാധികാരികളും ഒക്കെ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിനെ സംബന്ധിച്ച വിവരങ്ങളെല്ലാം അറിയാം. എന്തായാലും 67 സ്ഥാപിതമായ ഈ സംഘടന 58 വർഷം പിന്നിടുമ്പോൾ കാഴ്ചയില്ലാത്തവരുടെ മേഖലയിൽ സമാനതകളില്ലാത്ത പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അത് ഇനിയും തുടരണം. തുടർന്നിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില പ്രയാസങ്ങൾ നമ്മളൊന്ന് പരാമർശിക്കാതിരിക്കുന്നത് ശരിയല്ല. ഒന്നാമത്തത് നമ്മളെ ഭിന്നശേഷി പെൻഷൻ എന്ന് പറയും. എല്ലാവർക്കും 62 ലക്ഷം ആളുകൾക്ക് പെൻഷൻ സർക്കാർ കൊടുക്കുന്നുണ്ട്. ഈ 62 ലക്ഷം ആൾക്കാർക്കും കൊടുക്കുന്നതിന് ഒരേ മാനദണ്ഡമാണെന്ന് പറയുന്നത്. തെങ്ങ് കയറാനും കഴുങ്ങ് കയറാനും മാവ് കയറാനും എല്ലാം ഒരേ തളയാണ്. കാഴ്ചയില്ലാത്തവരായാലും ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാനദണ്ഡം ഒന്ന് മാറ്റണം. 62 ലക്ഷം ആൾക്കും ഒരേ മാനദണ്ഡമാണെങ്കിൽ പിന്നെ ഭിന്നശേഷി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനം അല്ലെ ഭിന്നശേഷി സൗഹൃദ ജില്ല എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. എല്ലാവർക്കും ഒരേ മാനദണ്ഡമാണെങ്കിൽ പിന്നെ സമൂഹത്തിൽ എല്ലാവരും ഒരുപോലെയല്ലേ. അപ്പൊ ആ മാനദണ്ഡം മാറ്റിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും അതിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്ന് ആമുഖമായി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം നമ്മുടെ വേദിയിൽ മാത്രമല്ല പല വേദികളിൽ വരുന്നതാണ്. അദ്ദേഹം തീരുമാനം എടുക്കുന്ന വേദികളിലൊക്കെ നമ്മുടെ ഈ വിഷയം ഉന്നയിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പം BPL കാർഡാവണമെങ്കിലും ഇതേ മാനദണ്ഡമാണ്. അപ്പൊ ഭിന്നശേഷിക്കാർക്കായിട്ട് യാതൊരു പ്രത്യേകതയും ഇല്ല. നമ്മുടെ സമൂഹത്തിൽ ഒരു കൺസെഷൻ പോലും ഇല്ല. പിന്നെ റേഷൻ കാർഡ് ആക്കുന്നതായാലും പെൻഷൻ ആക്കുന്നതിനായാലും മറ്റൊന്നിനെല്ലാം ഒരേ മാനദണ്ഡം. അത് ശരിയല്ല എന്ന് മാത്രം നമ്മുടെ പ്രയാസം ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്.
ഇന്നത്തെ പരിപാടി രാവിലെ സെമിനാറാണ്. സെമിനാറിൽ അധ്യക്ഷ വഹിക്കുന്നത് നമ്മുടെ ലയൺസിന്റെ ഭിന്നശേഷി കൂട്ടായ്മക്ക് അല്ലെങ്കിൽ ഭിന്നശേഷി സെല്ലിന്റെ ആരാധ്യനായ നേതാവാണ്, സെക്രട്ടറിയാണ് PK നാരായണൻ അവറുകളാണ്. അദ്ദേഹമാണ് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത്. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പിന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അഡ്വക്കേറ്റ് KK രത്നകുമാരി അവറുകളാണ്. ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. നമ്മുടെ ഏത് പരിപാടിയിലും നമ്മളോട് അനുഭാവപൂർവ്വം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. മേഡത്തെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഈ വേദി പ്രൗഢ ഗംഭീരമായ ഒരു പ്രഭാഷണം നടത്തുന്നതിനുമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. PK സുരേഷ് ബാബു അവറുകളാണ്. അദ്ദേഹം ഏതാനും സമയത്തിനുള്ളിൽ എത്തിച്ചേരുമെന്നാണ് പറഞ്ഞത്. കൂടാളിയിൽ ഒരു പരിപാടിയിലുണ്ട്. എന്തായാലും നിങ്ങളുടെ പരിപാടിയിൽ എന്തായാലും വന്നിട്ടേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കൂടാതെ ഇതിന് ആശംസ പറയുന്നത് നമ്മുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ രജിതകുമാരി രജിതകുമാരിയെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഈ പരിപാടിയിലേക്ക് സംബന്ധിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് നമ്മുടെ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി കൂടിയായ MM സാജിദ് വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. സുധീഷ് K, മറ്റ് നമ്മുടെ ഫെഡറേഷന്റെ പ്രവർത്തകർ ബേബി ജോസഫ്, ജോയിന്റ് സെക്രട്ടറി ബേബി ജോസഫ്, മറ്റ് എല്ലാവരെയും നമ്മൾ അതോടൊപ്പം ഈ രാവിലെ 9:30 മണിക്കാണ് നമ്മൾ ഇവിടെ എത്താൻ പറഞ്ഞത്. ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഫെഡറേഷന്റെ പ്രവർത്തകരെയും നമ്മുടെ വിനോദ് സാർ, നമ്മുടെ ലയൺസ് ക്ലബിന്റെ സെക്രട്ടറി കൂടിയാണ്. അതോടൊപ്പം ജയകൃഷ്ണൻ അവർ ഒക്കെ ലയൺസ് ക്ലബിന്റെ പ്രവർത്തകർ, രാഘവൻ സാർ, എല്ലാവരെയും ഈ അറിയുന്ന പേര് പറഞ്ഞേ ഉള്ളൂ. ലയൺസ് ക്ലബിന്റെ ബാക്കിയുള്ളവർ ആരൊക്കെയാണെന്ന് അറിഞ്ഞില്ല. എന്തായാലും ലയൺസ് ക്ലബിന്റെ പ്രവർത്തകരെയും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ പ്രവർത്തകരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഇവിടെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി നാരായണൻ സാറിനെ ക്ഷണിക്കുന്നു. അതോടൊപ്പം നമ്മൾ ആഗസ്റ്റ് 15-ന് ഒരു മത്സരം നടത്തുന്നു, പ്രസംഗ മത്സരവും ദേശഭക്തിഗാന മത്സരം. അതിന്റെ സമ്മാനദാനം കൂടി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് നൽകണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുകൂടി അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. അധ്യക്ഷ വഹിക്കുന്നതിന് വേണ്ടി നാരായണ സാറെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.